ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ 4 പാറ്റേണുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് തീർച്ചയായും സംസാരിച്ച് തുടങ്ങാൻ പറ്റും. ഇതിലെ ആദ്യത്തെ പാറ്റേൺ ആണ് ഐ വാണ്ട് ടു. നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ഐ വാണ്ട് ടു അങ്ങനെ പറഞ്ഞ് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? നമുക്ക് എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുള്ള ആഗ്രഹമുണ്ട് എന്ന് പറയാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഐ വാണ്ട് ടു. അപ്പോൾ എല്ലാവരും റിപ്പീറ്റ് ചെയ്യുമല്ലോ, ഐ വാണ്ട് ടു. എനിക്ക് ഭക്ഷണം കഴിക്കണം, എങ്ങനെ നമ്മൾ പറയണം? ഐ വാണ്ട് ടു ഈറ്റ്. എനിക്ക് ഉറങ്ങണം, ഐ വാണ്ട് ടു സ്ലീപ്പ്. എനിക്ക് ഒരു പുസ്തകം വായിക്കണം, ഐ വാണ്ട് ടു റീഡ് എ ബുക്ക്. എനിക്ക് നന്നായി പഠിക്കണം, ഐ വാണ്ട് ടു സ്റ്റഡി ഹാർഡ്. എനിക്ക് നന്നായി പഠിക്കണം അല്ലെങ്കിൽ എനിക്ക് കഠിനമായി പഠിക്കണം എന്നും പറയാം. എനിക്ക് രുചികരമായ ഭക്ഷണം പാകം ചെയ്യണം, ഐ വാണ്ട് ടു കുക്ക് ഡിലീഷ്യസ് ഫുഡ്. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ള സെൻറ്റൻസ് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക എന്നൊന്ന് പറഞ്ഞു നോക്കുമല്ലോ. ഇതിൻ്റെ സെൻറ്റൻസ് നിങ്ങൾ കമൻറ്റിൽ എഴുതുമല്ലോ. അതുപോലെ വേറൊരു വാചകമാണ് എനിക്ക് സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങണം. ഇതിൻ്റെ ഉത്തരവും കമൻറ്റിൽ എഴുതുമല്ലോ. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന പാറ്റേൺ ആണ് ഐ ക്യാൻ. ഐ ക്യാൻ എന്ന് വെച്ചാൽ എനിക്ക് കഴിയും അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിയും എന്ന് പറയാനാണ് നമ്മൾ ഐ ക്യാൻ ഉപയോഗിക്കുന്നത്. എനിക്ക് പാടാൻ കഴിയും അല്ലെങ്കിൽ എനിക്ക് പാടാൻ പറ്റും എന്ന് പറയുവാനായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന സെൻറ്റൻസാണ് ഐ ക്യാൻ സിങ്. എനിക്ക് സൈക്കിൾ ഓടിക്കാൻ കഴിയും, അതുമല്ലെങ്കിൽ എനിക്ക് സൈക്കിൾ ചവിട്ടാൻ പറ്റും എന്ന് പറയുന്ന സെൻറ്റൻസാണ് ഐ ക്യാൻ റൈഡ് എ ബൈസിക്കിൾ. എനിക്ക് കാർ ഓടിക്കാൻ കഴിയും, അതിന് പറയുന്ന സെൻറ്റൻസാണ് ഐ ക്യാൻ ഡ്രൈവ് എ കാർ. അവൾക്ക് നൃത്തം ചെയ്യാൻ കഴിയും. ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളത് കമൻറ്റിൽ എഴുതുമല്ലോ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലേൺ ദ തേർഡ് പാറ്റേൺ, ദാറ്റ് ഈസ് ക്യാൻ ഐ. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന പാറ്റേൺ ആണ് ക്യാൻ ഐ. എന്തെങ്കിലും അനുവാദം ചോദിക്കാൻ അല്ലെങ്കിൽ അനുമതി ചോദിക്കാൻ, എനിക്കിത് ചെയ്യാമോ അല്ലെങ്കിൽ ഞാൻ ചെയ്യട്ടെ, ഇങ്ങനെ ചോദിക്കാനായിട്ടാണ് നമ്മൾ ക്യാൻ ഐ എന്ന് വെച്ച് തുടങ്ങുക. ഇതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം. എനിക്കൊരു ചോദ്യം ചോദിക്കാമോ? എങ്ങനെയാണ് നമ്മളിത് പറയുക? ക്യാൻ ഐ ആസ്ക് എ ക്വസ്റ്റ്യൻ. ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ. എങ്ങനെയാണ് നമ്മൾ പറയുക? കുടിക്കട്ടെ എന്നുള്ളതിന് ക്യാൻ ഐ ഡ്രിങ്ക്. കുറച്ച് വെള്ളം, സം വാട്ടർ. അപ്പോൾ ക്യാൻ ഐ ഡ്രിങ്ക് സം വാട്ടർ. അവൾ പാർക്കിൽ പോയിക്കോട്ടെ. എങ്ങനെ പറയും? അവൾ എന്നുള്ളതിന് ഷീ. അപ്പോൾ അവൾ പോയിക്കോട്ടെ എന്നുള്ളതിന് ക്യാൻ ഷീ ഗോ പാർക്കിൽ, ടു ദ പാർക്ക്. അപ്പോൾ ക്യാൻ ഷീ ഗോ ടു ദ പാർക്ക്. അവർ ഇവിടെ കളിച്ചോട്ടെ. അവർ എന്നുള്ളതിന് ദേ. കളിച്ചോട്ടെ എന്നുള്ളതിന് ക്യാൻ ദേ പ്ലേ. ഇവിടെ, ഹിയർ. അപ്പോൾ എങ്ങനെ വരിക? ക്യാൻ ദേ പ്ലേ ഹിയർ? ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ളതാണ്. ഇവിടെ തന്നിട്ടുള്ള ഈ വാചകം, അതായത് എനിക്ക് നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കാമോ എന്ന വാചകത്തിൻ്റെ ഇംഗ്ലീഷ് സെൻറ്റൻസ് എന്താണ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ എഴുതി അറിയിക്കുമല്ലോ. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്ന പാറ്റേൺ ആണ് ഐ കാൺട്ട്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയാത്തപ്പോൾ നമ്മൾ ഐ കാൺട്ട് എന്ന് പറയും. നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. എനിക്ക് നീന്താൻ കഴിയുകയില്ല. എങ്ങനെയാണ് നമ്മൾ പറയുക? കഴിയുകയില്ല എന്നുള്ളതിന് ഐ കാൺട്ട്. നീന്തുക എന്നുള്ളതിന് സ്വിം. ഐ കാൺട്ട് സ്വിം. എനിക്ക് ഇന്ന് വരാൻ കഴിയില്ല. എനിക്ക് കഴിയില്ല എന്നുള്ളതിന് ഐ കാൺട്ട്. അപ്പോൾ എനിക്ക് ഇന്ന്, ടുഡേ. ഐ കാൺട്ട് കം ടുഡേ. എനിക്ക് ഈ പാഠം പൂർണ്ണമായി മനസ്സിലാകുന്നില്ല. എങ്ങനെയാണ് നമ്മൾ പറയുക? മനസ്സിലാകുന്നില്ല, എനിക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതിന് ഐ കാൺട്ട്. പാഠം എന്നുള്ളതിന് ലെസൺ. പൂർണ്ണമായി എന്നുള്ളതിന് കംപ്ലീറ്റ്ലി. മനസ്സിലാകുക എന്നുള്ളതിന് അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ എങ്ങനെയാണ്? ഐ കാൺ അണ്ടർസ്റ്റാൻഡ് ദിസ് ലെസൺ കംപ്ലീറ്റ്ലി. നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു എന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. ആദ്യമേ തന്നെ നമ്മൾ പഠിച്ച പാറ്റേൺ ആണ് വാണ്ട് ടു. വാണ്ട് ടു എന്ന് വെച്ചാൽ വേണം, എനിക്ക് ആവശ്യമുണ്ട് എന്ന് പറയുവാനായിട്ട്. എനിക്ക് വായിക്കണം, ഐ വാണ്ട് ടു റീഡ്. എനിക്ക് ഉറങ്ങണം, ഐ വാണ്ട് ടു സ്ലീപ്പ്. അടുത്തതായി നമ്മൾ പഠിച്ചതാണ് ഐ ക്യാൻ. ഐ ക്യാൻ എന്ന് വെച്ചാൽ എനിക്ക് പറ്റും, എനിക്ക് സാധിക്കും. ഐ ക്യാൻ റീഡ്, എനിക്ക് വായിക്കാൻ കഴിയും. ഐ ക്യാൻ റൈറ്റ്, എനിക്ക് എഴുതാൻ കഴിയും. ഐ ക്യാൻ സിങ് വെൽ, എനിക്ക് നന്നായി പാടാൻ കഴിയും. തേർഡ് പാറ്റേൺ ആണ് നമ്മൾ പഠിച്ചത് ക്യാൻ ഐ. ക്യാൻ ഐ എന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് സാധിക്കും, ഞാൻ ചെയ്തോട്ടെ, അങ്ങനെ പെർമിഷൻ ചോദിക്കാനായിട്ടുള്ളതാണ് ക്യാൻ ഐ. നമ്മൾ അതിൻ്റെ ഉദാഹരണങ്ങൾ പഠിച്ചു. ക്യാൻ ഐ ഈറ്റ്, ഞാൻ ഭക്ഷണം കഴിച്ചോട്ടെ. ക്യാൻ ഐ സ്ലീപ്പ് നൗ, ഞാൻ ഇപ്പോൾ ഉറങ്ങിക്കോട്ടെ. നമ്മൾ പഠിച്ച ലാസ്റ്റ് പാറ്റേൺ ആണ്
ഐ കാണ്ട് എന്ന് വെച്ചാൽ എനിക്ക് സാധിക്കില്ല, എനിക്ക് കഴിയില്ല. ഐ കാണ്ട് റീഡ്, എനിക്ക് വായിക്കാൻ പറ്റില്ല. ഐ കാണ്ട് സ്ലീപ്പ് നൗ, എനിക്കിപ്പോൾ ഉറങ്ങാൻ കഴിയുകയില്ല. നമ്മൾ ഇന്ന് പഠിച്ച പാറ്റേണുകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും പ്രാക്ടീസ് ചെയ്യുമല്ലോ. ഇവിടെ ഞാൻ 6 വാചകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയുക എന്നുള്ളത് കമൻറ്റിൽ എഴുതി എന്നെ അറിയിക്കുമല്ലോ. നമ്മുടെ ChatGPT പ്രാക്ടീസ് എന്തായി? നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഞാൻ പ്രോംപ്റ്റ് നമ്പർ 7ഉം പ്രോംപ്റ്റ് നമ്പർ 8ഉം തരുന്നുണ്ട്. നിങ്ങൾക്ക് വീണ്ടും വീണ്ടും അത് പ്രാക്ടീസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ 2 പ്രോംപ്റ്റും ഞാൻ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും ഈ പഠിച്ച സെൻറ്റൻസുകളെല്ലാം പ്രാക്ടീസ് ചെയ്യുമല്ലോ. അതുപോലെ ഈ പാറ്റേൺ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പെട്ടെന്ന് പഠിക്കാനായിട്ട് പറ്റും. ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ കീപ് പ്രാക്ടീസിങ്. ബൈ. താങ്ക് യു.